സർവശക്തനായ ദൈവമേ, അങ്ങയുടെ മഹത്വം കൊണ്ട് സർവ്വഭൂമിയെയും നിറയുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹസ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതി. ഒന്നാമത്തെ വായനാഭാഗം 1 രാജാക്കന്മാർ 2-ാം അധ്യായം. ഈ 2-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ മരണകാലം അടുത്ത സമയമാണ്. ദാവീദ് ഈ അധ്യായത്തിൽ മരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് മരണം അടുത്തപ്പോൾ തൻ്റെ മകനായ ശലോമോനെ വിളിച്ചു. ഞാൻ ഇതാ മരിക്കാൻ പോവുകയാണ്. നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കണം. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിന് നീ കൃതാർത്ഥനാകേണ്ടതിന് നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവൻ്റെ ആജ്ഞ അനുസരിച്ച് കൊള്ളുക. അപ്പോൾ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ കൃതാർത്ഥനായിരിക്കാൻ നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പാകെ സത്യമായി നടന്നാൽ ദാവീദേ, നിന്റെ സന്തതിയിൽ രാജാസനത്തിൽ ഇരിക്കാൻ എല്ലാ കാലത്തും ആളുണ്ടാകും. അതിന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം, അത് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. ഇതാണ് ആദ്യം ശലോമോന് ദാവീദ് കൊടുക്കുന്ന ഉപദേശം. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിലൊന്ന് പ്രധാനമായിട്ട് യോവാബിനെ കുറിച്ചാണ്. യോവാബ് എന്നോട് ചെയ്തത് നീ ഓർക്കണം. 2 സേനാധിപന്മാരെ, അബ്നേരിനെയും അമാസയെയും അവൻ കൊന്നു. അവൻ കൊന്നത് യുദ്ധകാലത്തല്ല, സമാധാനകാലത്ത് യുദ്ധരക്തം ചൊരിയിച്ച് യുദ്ധരക്തം തൻ്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയവനാണ്. ജ്ഞാനം ഉപയോഗിച്ച് നീ അവൻ്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞാൽ അവനെ സൗകര്യം പോലെ അവനെ കൊന്നേക്കണമെന്നാണ്. അത് പിന്നെ ഗിലെയാദിനെ ബെർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവർ നിൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിൻ്റെ സഹോദരനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ എന്നോട് കരുണ കാണിച്ചവരാണ്, അതുകൊണ്ട് അവരോടും അങ്ങനെ പെരുമാറണം. പിന്നെ ശിമയി എന്നൊരുവൻ ഞാൻ ഓടിപ്പോകുമ്പം, അതായത് അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോകുമ്പം എന്നെ കഠിന ശാപത്തോടെ ശപിച്ച ഒരുവനുണ്ട്. ഒരുപാട് ചീത്ത വിളിക്കുകയും ശപിക്കുകയും ചെയ്തവരുണ്ട്. അവൻ എന്നെ യോർദാങ്കിൽ വീണ്ടും എതിരേറ്റ് വന്നതുകൊണ്ട് ഞാൻ അവനെ കൊല്ലുകയില്ല എന്ന് അവനോട് സത്യം ചെയ്തു. പക്ഷേ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ. അവനോട് എന്ത് ചെയ്യണമെന്ന് നീ ആലോചിച്ച് ചെയ്യുക. അവൻ്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. പിന്നെ ദാവീദ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാവീദിൻ്റെ നഗരത്തിൽ ദാവീദിനെ അടക്കം ചെയ്തു. നമ്മൾ അറിയാവുന്ന പോലെ തന്നെ ദാവീദ് ആകെ 40 വർഷക്കാലമാണ് എല്ലാ ഇസ്രായേലിനും രാജാവായിരുന്നത്. 7 വർഷം ഹെബ്രോനിലായിരുന്നു തലസ്ഥാനം, 33 വർഷം യെരുശലേമിലായിരുന്നു തലസ്ഥാനം. അങ്ങനെയാണ് ആകെ 40 വർഷം. അപ്പം ദാവീദ് രാജാവായിരിക്കുമ്പം സിംഹാസനത്തിൽ രാജാവാണ്. പക്ഷെ അന്ന് സിംഹാസനത്തിലല്ല ഇരിക്കുന്നത്. അതേസമയം ശലോമോൻ അപ്പൻ്റെ സിംഹാസനത്തിൽ ദാവീദിന് ശേഷമാണ് ഇരിക്കുന്നത്. അവൻ്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. ഇതിനിടയ്ക്ക് അദോനിയാവുണ്ടല്ലോ, ദാവീദിൻ്റെ മറ്റൊരു ഭാര്യ ഹഗീത്തിൻ്റെ മകനായ അദോനിയാവ് ശലോമോൻ്റെ അമ്മ ബത്ശബയെ പോയി കണ്ടു. അവിടെ വെച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുകയാണ്. ഞാനായിരുന്നു രാജാവാകേണ്ടത്, പക്ഷേ ശലോമോൻ രാജാവായി. എനിക്ക് ഒരു കാര്യമുണ്ട്. ദാവീദിന് ഭാര്യയായിരുന്ന അഭിഷേകിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് ശലോമോനോട് പറയണം. ഇതാണ് അപേക്ഷ. അപ്പോൾ അഭിഷേകിനെ കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ ആദ്യത്തിലുണ്ട്, ഞാനത് പറഞ്ഞു പോയില്ല എന്നേ ഉള്ളൂ. അഭിഷേക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു കുട്ടി. ദാവീദിന് വയസ്സായിട്ടും ഈ തണുപ്പ് മാറുന്നില്ല. തണുപ്പ് മാറാത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരിയെ അന്വേഷിച്ചു, ഭാര്യയായിട്ട്, അല്ലെങ്കിൽ കൂടെ പരിചരിക്കാനും കൂടെ കിടക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെയാണ് ശൂന്യംകാരത്തിയായ ഈ അഭിഷേകിനെ കൊണ്ടുവരുന്നത്. പക്ഷേ അഭിഷേക് കൂടെ നിന്നു ഒക്കെ ജീവിച്ചുവെങ്കിലും അഭിഷേകിനെ രാജാവ്
പരിഗ്രഹിച്ചില്ല എന്ന് നമ്മൾ എഴുതി വായിക്കുന്നു. ആ അപ്പൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഉണ്ടായിരുന്ന അഭിഷേകിനെയാണ് ദാവീദിൻ്റെ മകനായ അദോനിയാവ് തനിക്ക് ഭാര്യയായിരുന്നു. സുന്ദരിയായിരുന്നു, ചെറുപ്പക്കാരിയായിരുന്നു, ആരും കണ്ടാൽ മോഹിക്കുന്നവളായിരുന്നിരിക്കാം ചോദിക്കുന്നത്. ഈ വിവരം, ഈ ആവശ്യം ഒരു മടിയും കൂടാതെ ബത്ശേബ പോയി ശലോമോനോട് പറയുകയുമാണ്. അതവിടെ വെച്ച് ശാസിച്ച് വഴക്ക് പറഞ്ഞ് പൊക്കണം എന്ന് പറഞ്ഞ് വിടേണ്ട കേസാണ്. അത് ചെയ്യാതെ ശലോമോൻ്റെ അടുക്ക് വന്ന് ഈ അപേക്ഷ ബത്ശേബ പറഞ്ഞു, നീ അവനും കൊടുക്കണമെന്ന്. ശലോമോന് കോപം വന്നു. ശലോമോൻ പറഞ്ഞു, ആ അഭിഷേകനെ മാത്രമല്ല രാജത്വം കൂടി അങ്ങ് ചോദിച്ചാൽ പോരെ, രാജത്വം കൂടി അവന് കൊടുക്കാം, അത് കൊടുക്കാം എന്ന് പറയുകയാണ്. അപ്പം അത് അപ്പൻ്റെ ഭാര്യയെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ഒരു വലിയ കുറ്റം തന്നെയാണ് ജ്ഞാനിയായ ശലോമോൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ പറയുന്നുണ്ട്, അദോനിയാവ് ഈ കാര്യം ചോദിച്ചത് അവൻ്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അതിനധികം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ജീവനാശത്തിനാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, അദോനിയാവ് നീ നല്ലത് ചെയ്താൽ നിനക്ക് കൊള്ളാം. അദോനിയാവ് വന്ന് ക്ഷമ ചോദിക്കുക എന്തോ ചെയ്യുന്ന സമയമുണ്ടല്ലോ, നീ നന്നായിരുന്നാൽ നിനക്ക് കൊള്ളാം, നീ തെറ്റ് ചെയ്താൽ നീ ശിക്ഷ അനുഭവിക്കും എന്ന് പറയാം. അപ്പോൾ ഇവിടെ അങ്ങനത്തെ തെറ്റാണ്, പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവനെ കൊല്ലുകയാണ്. തൻ്റെ ദാസന്മാരെ അയച്ച് അവനെ കൊല്ലണമെന്ന് പറഞ്ഞു. ബെനയാവിനെ അയച്ചു. അവനെ വെട്ടിക്കൊന്നു കളഞ്ഞു. അബ്യാഥാർ പുരോഹിതനെ പറഞ്ഞു, നീ അനാഥത്തിൽ നിൻ്റെ ജന്മഭൂമിയിലേക്ക് പൊയ്ക്കൊള്ളുക. നീ മരണയോഗ്യനാണ്, എങ്കിലും നീ എൻ്റെ അപ്പനായ ദാവീദിൻ്റെ മുമ്പാകെ കർത്താവ് യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എൻ്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാനിന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. ഈ അബ്യാഥാറെ യഥാർത്ഥത്തിൽ ഓർമ്മയാണല്ലോ. അബ്യാഥാർ ശൗല് ശൗലിന് വേണ്ടി 85 പുരോഹിതന്മാരെ കൊല്ലുമ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരേ ഒരു പുരോഹിതനെ, ബാക്കി എല്ലാവരെയും കൊന്നു. രക്ഷപ്പെട്ടു പോകുന്ന ഒരു പുരോഹിതനായിരുന്നു ഈ അബ്യാഥാർ. ദാവീദിൻ്റെ അടുക്ക് വരുമ്പോൾ അബ്യാഥാറിനോട് പറയുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ നോക്കുന്നവർ എന്നെയും കൊല്ലുവാൻ നോക്കുന്നു, എന്നെ കൊല്ലുവാൻ നോക്കുന്നവർ നിന്നെയും കൊല്ലുവാൻ നോക്കുന്നു, എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസമുണ്ടാകുമെന്ന് ദാവീദ് പറഞ്ഞു. ആ അബ്യാഥാറാണ്. അബ്യാഥാർ വളരെ നാളുകൾ വളരെ കൃത്യമായി ശുശ്രൂഷ ചെയ്തു. പക്ഷേ അബ്ശാലോമിൻ്റെ രാജാവാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം യോവാബും അബ്യാഥാറും അവരുടെ പക്ഷം പോയി. ഇതാണ് ഇവിടുത്തെ കുറ്റം, വേറെ കുറ്റമൊന്നുമില്ല. എന്നാലും ഉണ്ടായിരുന്ന കാലമൊക്കെയും വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല. ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അത് ശീലോയിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരുളി ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാഥാറിനെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇപ്പോൾ അവിടെ പറഞ്ഞു, നിൻ്റെ ഏലിയോട് പറയുന്നുണ്ട്, നിൻ്റെ കുടുംബത്തിൽ ആരും വയസ്സന്മാരായിട്ട് ആരും കാണത്തില്ല, പൗരോഹിത്യത്തിൽ നീക്കിക്കളഞ്ഞു. ആ ഏലിയുടെ ആ സ്ഥലം, അവിടെ പൗരോഹിത്യത്തിൽ ഉണ്ടായിരുന്ന സ്ഥലം പോലും അവിടുന്ന് നീക്കിക്കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള പൗരോഹിത്യം നീക്കുക. അപ്പോൾ ഇപ്പോൾ അബ്യാഥാറോടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദൈവം പറഞ്ഞ ആ ഒരു കാര്യം പൂർണ്ണമായി സംഭവിക്കുകയാണ്. ഈ വർത്തമാനം യോവാബിലെത്തി. യോവാബ് അബ്ശാലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നെങ്കിലും അദോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നു. അബ്ശാലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ല, പക്ഷേ അദോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നു. അത് നമ്മൾ വായിച്ചല്ലോ, മനസ്സിലാക്കി. അവൻ യഹോവയുടെ കൂടാരത്തിൽ ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. അപ്പോൾ യോവാബിന് ഭയമായി. യോവാബിനെയും ചിലപ്പം കൊല്ലാൻ സാധ്യതയുണ്ട്, അദോനിയാവിനെ കൊന്ന സ്ഥിതിക്ക് തന്നെയും കൊല്ലാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് യോവാബിൻ്റെ ചിന്ത. അവിടെ ശലോമോനും മനസ്സിലായി, അവിടെ യഹോവയുടെ കൂടാരത്തിൽ യാഗപീഠത്തിൻ്റെ അടുക്കൽ അഭയം ചൊല്ലിയിരിക്കുകയാണെന്നുള്ളത് യോവാബ്. ആ ശലോമോൻ അപ്പം തന്നെ നേരത്തെ ഇയാളെ അദോനിയാവിനെ കൊന്ന ബെനയാവിനെ വിളിച്ചിട്ട് അവനെ വെട്ടിക്കളക എന്ന് കൽപ്പിച്ചു. ബെനയാവ് യഹോവയുടെ കൂടാരത്തിൽ നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇല്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്ന് അവൻ പറഞ്ഞു. ബെനയാവ് ചെന്ന് യോവാബ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു. അവിടെ രസകരമായൊരു കാര്യം, യോവാബ് ഇതിൻ്റെ പുറത്തു വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നാണല്ലോ യോവാബ് പറയുന്നത്. അപ്പം ഈ ബെനയാവിനോട് പറഞ്ഞു,
നീ അവൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്തേക്കാൻ പറഞ്ഞു. ഇവിടെ തന്നെ മരിക്കുന്നില്ലേ അവൻ പറയുന്നത്, അവിടെ തന്നെ അവനെ അങ്ങ് മരിച്ച് കൊന്നേക്കാൻ പറയും. അവിടെ ചെന്ന് അവനെ കൊന്നു. അങ്ങനെ അവനെ കൊല്ലുകയും അവനെ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തു. അപ്പം അതാണ് അവിടെ സംഭവിക്കുന്നത്. യോവാബിൻ്റെയും അവിടെ പറയുന്നൊരു കാര്യം, ഇങ്ങനെ കാരണം കൂടാതെ യോവാബ് ചിന്തിയ രക്തം എങ്കിൽ നിന്നും എൻ്റെ ഭവനത്തിൽ നിന്നും നീക്കിക്കളയേണ്ടതിന് എന്ന രീതിയിലാണ്. അമാസയെ കൊന്നു. അത് നേരത്തെ പറയുന്നുണ്ടല്ലോ, ദാവീദ് തന്നെ പറയുന്നുണ്ട്, അമാസയെ അബ്നേരിനെയും ഒക്കെ കൊന്നത് സമാധാന കാലത്തിരിക്കുമ്പം. അങ്ങനെ യോവാബും ഇവിടെ കൊല ചെയ്യപ്പെടുകയാണ്. യോവാബായിരുന്നല്ലോ നേരത്തെ സൈന്യാധിപൻ. ആ സൈന്യാധിപന് പകരമായിട്ട് ഈ ബെനയാവിനെ ശലോമോൻ രാജാവ് സൈന്യാധിപനാക്കി. അബ്യാഥാർ എന്ന് പറഞ്ഞ പുരോഹിതന് പകരം സാദോക്കിനെ പുരോഹിതനായും നിയമിച്ചു. പിന്നെ ശിമയിയെ വരുത്തി. ശിമയിയെ ദാവീദ് രാജാവ് പറഞ്ഞില്ല, ശിമയിയെ വെറുതെ വിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ശിമയിയോട് പറഞ്ഞു, നീ യെരുശലേമിൽ നിനക്കൊരു വീട് പണിത് പാർത്തുകൊള്ളുക, അവിടെ നിന്ന് പുറത്തെങ്ങും പോകരുത്. പുറത്തിറങ്ങി കിദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടി വരും. അതാണ് അവന് കൊടുക്കുന്ന ഇത്. അപ്പം നീ തൽക്കാലം അങ്ങനെ പോട്ടെ എന്നുള്ളതാണ്. ശരി, ഉടനെ കൊല്ലണ്ട എന്നുള്ളതാണ് ശലോമോൻ. മാത്രമല്ല, നീ അവനോട് ബുദ്ധിപൂർവ്വം പെരുമാറണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ദാവീദ് രാജാവ്. അപ്പോൾ അവൻ്റെ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നതാണ്, നീ യെരുശലേമിൽ ഒരു വീട് പണിത് അവിടുത്തെ പാർത്തുകൊള്ളുക, അവിടെ നിന്ന് പുറത്തോട്ടങ്ങും പോകരുത്. കിദ്രോൻ തോട് കടക്കുകയാണെങ്കിൽ അന്ന് നീ മരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. നല്ല വാക്ക് യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയും ചെയ്തുകൊള്ളാം എന്ന് ശിമയി പറഞ്ഞ് ശിമയി കുറേ കാലം യെരുശലേമിൽ പാർക്കുകയും ചെയ്തു. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ശിമയുടെ 2 അടിമകൾ ഗത്ത് രാജാവിൻ്റെ അടുക്കൽ ഓടിപ്പോയി. തൻ്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ശിമയിക്ക് അറിവ് കിട്ടിയപ്പോൾ ശിമയി അവരെ അന്വേഷിക്കാൻ വേണ്ടി പുറത്ത് കയറി കോപ്പൊക്കെ ഇട്ട് അന്വേഷിക്കാൻ പോയി. ആഖീഷിൻ്റെ അടുക്കൽ പോയി. അങ്ങനെ ശിമയി ചെന്ന അടിമകളെ ഗത്തിൽ തിരിച്ചു കൊണ്ടുവന്നു. ശിമയി യെരുശലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്ന് ശലോമോന് അറിവ് കിട്ടി. ശിമയെ വരുത്തി, നിന്നോട് പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്നാൽ നീ മരിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്ത് നീ അത് സമ്മതിക്കുകയും ചെയ്തതാണല്ലോ. അങ്ങനെയിരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്ത്? പിന്നെ ശിമയോട്, അപ്പോൾ ശിമയി ഇപ്പം ആ കിദ്രോൻ തോട്ട് കടന്നൊക്കെയാണ് പോകേണ്ടത്. എൻ്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതുമായ ദോഷമൊക്കെ നീ അറിയുന്നുവല്ലോ. യഹോവ നിൻ്റെ ദോഷം നിൻ്റെ തലമേൽ തന്നെ വരുത്തും. എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടിട്ടും ദാവീദിൻ്റെ സിംഹാസനം യഹോവയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരവുമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോദയുടെ മകനായ ബെനായാവിനോട് പറഞ്ഞു. ബെനായാവ് ചെന്ന് ശിമയെയും കൊന്നു. അങ്ങനെ ദാവീദ് ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് യോവാബിൻ്റെ കാര്യം, പിന്നെ ശിമയുടെ കാര്യം, അതുപോലെ അബ്യാഥാറിൻ്റെ കാര്യം ഒക്കെ കൃത്യമായി ശലോമോൻ ഇവിടെ ചെയ്യുകയും ചെയ്തു. അത് കാര്യങ്ങളൊക്കെ തീർത്ത് ചെയ്യുന്നൊരു പണിയാണ് ശലോമോൻ്റെ ചെയ്തതായിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പോൾ ശലോമോൻ ഒരേ സമയം ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു, അപ്പനെ അനുസരിക്കുന്നവനായിരുന്നു, ഒക്കെയാണ് നമ്മളിവിടെ കാണുന്ന ശലോമോൻ്റെ പ്രത്യേകതകൾ. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാമത്തെ അധ്യായം. ഇവിടെ ബാബേലിലേക്ക് പോയിരുന്ന ആളുകൾക്ക് യിരെമ്യാ പ്രവാചകൻ ഒരു കത്ത് എഴുതുകയാണ്. അത് കത്ത് ആർക്കൊക്കെ എഴുതിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ കത്ത് എഴുതിയ കാലഘട്ടം എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടം ഞാൻ ആദ്യം വായിക്കാം. യെഖന്യാ രാജാവും രാജമാതാവ് എന്ന് പറഞ്ഞാൽ യെഖന്യാ രാജാവിൻ്റെ അമ്മ, അതായത് യെഹോയാക്കീമിൻ്റെ അമ്മ. ഈ യെഖന്യാവിൻ്റെ വേറെ 2 പേരുകൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഈ യെഹോയാഖീൻ എന്നും കൊന്യാവ് എന്നും പേരുകളുള്ളതായിട്ട് അറിയാമല്ലോ. ആ യെഹോയാഖീൻ ആണ് ഇപ്പോൾ രാജാവ്. ആ യെഹോയാഖീൻ്റെ അമ്മയാണ് രാജമാതാവ്. യെഹോയാഖീൻ്റെ രാജമാതാവ് എന്ന് പറയുമ്പം യെഹോയാഖീൻ്റെ ഭാര്യയാണത്. പിന്നെ ഷണ്ടന്മാർ, യെരുശലേമിലും യഹൂദയിലുള്ള പ്രഭുക്കന്മാർ, ശില്പികൾ, കൊല്ലന്മാർ, ഇവരൊക്കെ യെരുശലേം വിട്ടുപോയ ശേഷം എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസർ അവരെ പ്രവാസത്തിലേക്ക് ബദ്ധന്മാരായി പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം അതിനുശേഷം യിരെമ്യാ പ്രവാചകൻ എഴുതുന്ന കത്താണ്, ലേഖനമാണ്. അത് ആർക്കൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബദ്ധന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്ന സകല ജനത്തിനും. യഹൂദ രാജാവായ സിദക്കിയാവ് ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച ഷാഫാൻ്റെ മകനായ എലാസയുടെയും ഹിൽക്കിയാവിൻ്റെ മകനായ
ഗമര്യാവിൻ്റെയും കൈവശം കൊടുത്തയച്ച ലേഖനത്തിലെ വിവരം. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ്. കത്ത് കൊടുത്തയച്ചു, ആ കത്ത് കൊടുത്തയച്ച കാലഘട്ടം, ആർക്കൊക്കെ ആണ് ഇത് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രവാസത്തിലേക്ക് പോയ സകല ജനത്തിനുള്ള കത്ത് തന്നെയായിരുന്നു അത്. ആ കത്തിലെ വിവരങ്ങളാണ് താഴെ. അത് ശ്രദ്ധേയമായ കാര്യങ്ങളാണത്. ഇസ്രായേൽ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ താൻ യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോയതല്ല, ദൈവം പിടിച്ചുകൊണ്ട് പോകുമാറാക്കിയ, ദൈവമാണ് കൊണ്ടുപോകാൻ അത് ചെയ്തത്. ദൈവം പിടിച്ചുകൊണ്ട് പോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ ബാബേലിൽ കൽദയ ദേശത്ത് വീടുകളെ പണിത് പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പിൻ. നിങ്ങളവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യയെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ, അതായത് ദൈവം നിങ്ങളെ ബദ്ധന്മാരാക്കി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. എന്തിനാണ്? നിങ്ങൾ താമസിക്കുന്ന ദേശത്തിനും പട്ടണത്തിനും നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ഇത്രയുമാണ് പറയുന്ന കാര്യങ്ങൾ. എന്നിട്ട് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത്. അപ്പോൾ കൂട്ടത്തിൽ ഈ പ്രവാചകന്മാരും പ്രശ്നക്കാരും കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അത് തെരഞ്ഞു പിടിച്ചല്ലോ കൊണ്ടുപോകുമ്പോൾ എല്ലാവരെയും കൊണ്ടുപോകുമല്ലോ. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്നു. അതിപ്പം ബോധ്യമായല്ലോ. യെരൂശലേമിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഇവിടെ ബാബേൽ രാജാവ് വരില്ല, കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തിരികെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ എല്ലാം വെറുവാക്കുകളായി. അതവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഭോഷ്കാണ് പ്രവചിക്കുന്നത്, ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ. അപ്പോൾ അവിടെയുള്ള ഇപ്പോൾ ഇവിടുന്ന് പിടിക്കപ്പെട്ടു പോയ അവിടെ ചെന്ന പ്രശ്നക്കാരും അതുപോലെ തന്നെ പ്രവാചകന്മാരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഒന്നും വാക്കുകൾ കേൾക്കരുത്. എന്നിട്ട് 29-ാം അധ്യായവും അതുപോലെ 25-ാമത്തെ അധ്യായത്തിലാണ് ബാബേലിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നത്. അത് 25-ാം അധ്യായത്തിലാണ് കൃത്യമായി ബാബേലിലേക്ക് 70 വർഷം കൊണ്ടുപോകുമെന്ന് പറയുന്നത്. 29-ാം അധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങൾ എന്ന് അവയുടെ അള്ളപ്പാട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവിച്ചൊക്കെ തിന്മയ്ക്കല്ല നന്മയ്ക്കാണ്. നിങ്ങളെ ചെന്ന ദേശത്ത് വീട് പണിയണം, അവിടെ കൃഷി ചെയ്യണം. ഇവിടെ എങ്ങനെയായിരുന്നു ഒരു സ്വന്തം ദേശത്ത് ജീവിക്കുന്നത് പോലെ നിങ്ങളവിടെ ജീവിക്കണം. നിങ്ങൾക്ക് മക്കൾ ജനിക്കണം, നിങ്ങളുടെ മക്കൾക്ക് ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഉണ്ടാക്കണം. അവിടെ നിങ്ങൾ കുറഞ്ഞു പോകാനിടയാകരുത്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നല്ലൊരു ജനം ഉണ്ടായിരിക്കണം. ഇവിടെ വന്ന് നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കേണ്ടവരാണ്. ഇതൊക്കെയാണല്ലോ നമ്മൾ നേരത്തെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കണമെന്നല്ല, നിങ്ങൾ എന്നെ അന്വേഷിക്കും. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും ശേഖരിച്ച് നിങ്ങളുടെ പഴയ സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ മടക്കി വരുത്തുമാറാക്കും. യഹോവ ഞങ്ങൾക്ക് ബാബേൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ പറയുന്നുവല്ലോ. ദാവീദിൻ്റെ സിംഹാസനത്തിരിക്കുന്ന രാജാവിനെക്കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സകല ജനത്തെയും കുറിച്ചും നിങ്ങളോട് കൂടെ പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ചും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു. അതെ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു: ഇതാ ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ച് എത്രയും ആകാത്തതും, അതായത് ബാബേലിലേക്ക് പോകാതെ യെരൂശലേമിൽ ശേഷിക്കുന്നവരുടെ കാര്യമാണ്, എത്രയും ആകാത്തതും തിന്നുകൂടാത്തതും ചീത്തയുമായ അത്തിപ്പഴത്തിന് അവരെ സമമാക്കും. ഞാൻ അവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല. അപ്പോൾ ഇത് യഹോയാക്കീമിൻ്റെ കാലത്ത്, യഹോവാസിൻ്റെ കാലത്ത് മിസ്രൈമിലേക്ക് കുറേ ആൾക്കാരെ കൊണ്ടുപോകാൻ സാഹചര്യമുണ്ട്. മിസ്രൈം വന്ന് നിരോധിച്ചു. ശേഷം യഹോയാക്കീമിൻ്റെ കാലത്താണ് ആദ്യത്തെ പ്രവാസത്തിലേക്ക് പോകുന്ന യാത്ര നടക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ യഹോയാക്കീൻ്റെ കാലത്ത് രാജമാതാവിനെയൊക്കെ അടക്കം, യഹോയാക്കീനെ അടക്കം ബാബേലിലേക്ക് കൽദയ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് നടന്നു. അപ്പോൾ ഇനി സിദക്കിയാവിൻ്റെ കാലത്ത് ഒരു പോക്കുണ്ട്. അപ്പോൾ ആ സമയത്തേക്കുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രവാചകന്മാരെ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ പറഞ്ഞയച്ച വചനങ്ങളെ അവർ കേൾക്കായകൊണ്ട് അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വേട്ടയാടി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതുവും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെ ഇടയിൽ ശാപവാക്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും നിന്നയും ആക്കും. ബാക്കി ശേഷിച്ചിട്ടുള്ള ആൾക്കാർ, അത് സിദക്കിയാവിൻ്റെ കാലത്ത് അത് സംഭവിക്കുന്നുണ്ട്, സിദക്കിയാവിൻ്റെ കാലത്തിന് ശേഷവും സംഭവിക്കുന്നുണ്ട്.
അത് നമുക്ക് ഇനിയും കാണാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് നമുക്ക് വീണ്ടും വായിക്കാം. എൻ്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്ക് പ്രവചിക്കുന്ന കൊലിയാവിൻ്റെ മകനെ ആഹാബിനെക്കുറിച്ചും മയസയാവിൻ്റെ മകനെ സിദക്കിയാവെക്കുറിച്ചും ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം പറഞ്ഞു: ഞാൻ അവരെ ബാബേൽ രാജാവ് നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾ കാണുകെ അവൻ അവരെ കൊന്നുകളയും. അതായത് ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ചാണ്. ബാബേൽ രാജാവ് തീയിലിട്ട് ചുട്ടുകളഞ്ഞ സിദക്കിയാവെ പോലെയും ആഹാബിനെ പോലെയും യഹോവ നിന്നെ ആക്കട്ടെ എന്ന് ബാബേലിലുള്ള യഹൂദ പ്രവാസികളുടെ ഒരു ശാപമാക്കി അവരെ ചൊല്ലി പറയും. അപ്പോൾ അങ്ങനെ പറയും. ഈ രാജാവ് സിദക്കിയാവല്ല കേട്ടോ, ഈ ഭോഷ്ക് പ്രവചിക്കുന്ന ആഹാബിനെ കുറിച്ചാണ്. അല്ല, സിദക്കിയാവിനെ കുറിച്ചും ആഹാബിനെ കുറിച്ചുമാണ്. ചിന്തിക്കുമ്പോൾ മാറിപ്പോകരുത്. അപ്പം അങ്ങനെ നീ യെരൂശലേമിലെ സകല ജനത്തിനും യശയ്യാവിൻ്റെ മകനായ സെഫന്യാ പുരോഹിതനും സകല പുരോഹിതന്മാർക്ക് നിന്റെ പേര് വെച്ച് അയച്ച എഴുത്തുകളിൽ നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ ഭ്രാന്ത് പിടിച്ച് പ്രവചിക്കുന്ന ഏത് മനുഷ്യനെയും പിടിച്ച് ആമത്തിലും വിലങ്ങിലും ഇടേണ്ടതിന് യഹോവ നിന്നെ യഹോയാദായ പുരോഹിതന് പകരം പുരോഹിതനാക്കിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നെഹല്യാമിനായ ശെമയ്യാവോട് പറയേണ്ടതിന് വേണ്ടി പറയുന്നതാണ്. യഹോവ പുരോഹിതന് പകരം പുരോഹിതനാക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് പ്രവചിക്കുന്ന അനാഥോത്തുകാരനായ യിരെമ്യാവേ, നീ ശാസിക്കാതിരിക്കുന്നത് എന്ത് എന്ന് അവർ ചർച്ച ചെയ്യാണ്. അതുകൊണ്ടല്ലോ അവൻ ബാബേലിലേക്ക് ഞങ്ങൾക്ക് ആളയച്ചു, ഈ പ്രവാസം ദീർഘമായിരിക്കും, നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ എന്നൊക്കെയും പറയുന്നത് അതുകൊണ്ടാണല്ലോ എന്ന് പ്രസ്താവിച്ചു. ഈ എഴുത്ത് സെഫന്യാ പുരോഹിതൻ യിരെമ്യാ പ്രവാചകൻ കേൾക്കെ വായിച്ചിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായിരുന്നത്: എന്നാൽ നീ സകല പ്രവാസികൾക്കും ആളയച്ച് നെഹല്യാമിനായ ശെമയ്യാവെക്കുറിച്ച് പറയിക്കണം. അപ്പം ശെമയ്യാവ് അയച്ച ഒരു കത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നീ യെരൂശലേമിലെ സകല ജനത്തിനും യശയ്യാവിൻ്റെ മകനായ സെഫന്യാ പുരോഹിതനും സകല പുരോഹിതന്മാർക്ക് നിന്റെ പേര് വെച്ച് അയച്ച എഴുത്തുകളിൽ, ആരുടെ ഈ ശെമയ്യാവിൻ്റെ പേര് വെച്ച് എഴുത്തുകളിൽ ഈ യിരെമ്യാവിനെ എതിരായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വായിച്ചത് യിരെമ്യാവിനെ ശാസിക്കാതെ ഇരിക്കുന്നത് എന്തെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു കത്ത് ലഭിച്ചത് യിരെമ്യാ പ്രവാചകൻ വായിച്ച് കേട്ടു. സെഫന്യാ പുരോഹിതൻ വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടാകുന്നത്: ശെമയ്യാവെ ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയത് കൊണ്ട് ഞാൻ ശെമയ്യാവെയും അവൻ്റെ സന്തതിയെയും സന്ദർശിക്കും. ഈ ജനത്തിൻ്റെ മധ്യേ പാർപ്പാൻ അവൻ ആരുമുണ്ടാകുകയില്ല. എൻ്റെ ജനത്തിന് ഞാൻ വരുത്തുവാനിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുമില്ല. അവൻ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചു. അപ്പം ഇവിടെ ശെമയ്യാവ് യിരെമ്യാവിനെതിരെയും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്കെതിരെയും എഴുത്തെഴുതി അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്. അവിടെ ആ ശെമയ്യാവിൻ്റെ കാര്യം ദൈവം തീരുമാനിച്ചു. അവൻ്റെ നാശത്തിനായിട്ടുള്ള കാര്യം അത് അവനോട് തന്നെ പറയാൻ വേണ്ടി യിരെമ്യാ പ്രവാചകനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി ദൈവത്തിൻ്റെ അരുളപ്പാട് 70 വർഷക്കാലം ഇവർ ബാബേൽ രാജ്യത്ത് രാജാവിൻ്റെ കീഴിൽ കൽദയ ദേശത്ത് പ്രവാസത്തിലായിരിക്കും. അത് കഴിഞ്ഞ് മാത്രമേ ഞാൻ നിങ്ങളെ അവിടുന്ന് കൊണ്ടുവരികയുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3 സമയത്താണ് ഇവർ കൽദയ ദേശത്തേക്ക് പ്രവാസികളായി പോകുന്നു. ഒന്ന് യഹോയാക്കീമിൻ്റെ കാലത്ത്, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകനായ യഹോയാഖീൻ്റെ കാലത്ത്, ഇനി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സിദക്കിയാവിൻ്റെ കാലത്തും പ്രവാസത്തിലേക്ക് പോകുന്നത്. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ തിരിച്ചു വരവും അതുപോലെ 3 ഘട്ടമായിട്ടാണ്. എസ്രാ പുരോഹിതൻ്റെ നേതൃത്വത്തിലും നെഹമ്യാ പുരോഹിതൻ്റെ നേതൃത്വത്തിലും സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിലും ഒക്കെ അവിടുന്ന് തിരിച്ചു വരവും നമ്മൾ കാണുന്നുണ്ട്. 3-ാമത്തെ വായനാ ഭാഗത്തിൽ നിന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. ശബത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് തെറ്റാണ്. അതാണ് മോശയുടെ നിയമം. അവർ നോക്കുകയാണ്, ഇവർ ശബത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ എന്തെങ്കിലും പ്രവൃത്തി അവൻ ചെയ്യുന്നെങ്കിൽ അവനെ കുറ്റം ചുമത്തേണ്ടത് നോക്കിയിരിക്കുകയാണ് അവിടെ ചില ആൾക്കാർ, അവരുടെ പ്രമാണിമാർ. അവിടെ പള്ളിയിൽ ചെല്ലുമ്പോൾ കൈവരേണ്ട ഒരു മനുഷ്യനോട് വന്നു. അപ്പോൾ ഇവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിയിരിക്കാം എന്നുള്ളതാണ്. അവനെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അവനോട്. എന്നിട്ട് ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു. അവർ മിണ്ടിയില്ല.
അവരുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് അവരത് പറയാത്തത്. എന്നിട്ട് യേശുക്രിസ്തു കോപത്തോടെ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടാൻ പറഞ്ഞു. അവൻ കൈ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഉടനെ പരീശന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യ രാജാവുമായി ആലോചന കഴിച്ചു. കാരണം ഇതാണ്, ശബത്തിൽ സൗഖ്യമാക്കി ഒരു പ്രവൃത്തി ചെയ്തു. ഈ സൗഖ്യമാക്കിയത് നല്ലതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അക്കാലത്ത് സൗഖ്യമാക്കുക, രോഗത്തിന് ചികിത്സ ചെയ്യുക, അത് വൈദ്യന്മാരുടെ ചികിത്സയാണ്, വൈദ്യന്മാരുടെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ വൈദ്യന്മാരുടെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈദ്യൻ ഒരു തൊഴിൽ ചെയ്തു എന്ന അർത്ഥത്തിലാണ് അവർ കാണുന്നത്. അപ്പം അതിന് വേറെ ദിവസങ്ങളുണ്ടല്ലോ. ഈ ശബത്ത് തന്നെ നീ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന എന്തിന്? ഈ തൊഴിൽ വൈദ്യർ അല്ലെങ്കിൽ ഡോക്ടർ എന്ന തൊഴിൽ ചെയ്യുന്നു എന്നാണ് ഇവരുടെ മനസ്സിലുള്ളത്, സൗഖ്യമാക്കുന്നത്. അത് ശബത്തിൽ ചെയ്യരുത്, ശബത്തിൽ ആ ജോലി ചെയ്യരുത്, ശബത്തിൽ ആ തൊഴിൽ ചെയ്യരുത്, വേറെ ദിവസം ചെയ്യണം. അങ്ങനെയാണ് അവർക്ക് യേശുക്രിസ്തുവിനോട് കോപമുണ്ടാകുന്നത്. പിന്നെ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി അവിടുന്ന് പോകുന്നു. ഗലീലിൽ നിന്ന് വലിയൊരു പുരുഷാരം യേശുക്രിസ്തുവിൻ്റെ പുറകെ വരുന്നു. അതവരൊക്കെ യഹൂദിയിൽ നിന്നുള്ളവരുണ്ട്, യെരുശലേമിൽ നിന്നുള്ളവരുണ്ട്, ഏദോമിൽ നിന്ന്, യോർദാൻ അക്കരെ നിന്ന്, സോരിൻ്റെയും സീദോൻ്റെയും ചുറ്റുപാടിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം അവരുടെ യേശുക്രിസ്തുവിൻ്റെ ചുറ്റും വന്നു. അവർ ഞെരുക്കാതിരിക്കേണ്ടതിനും താൻ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാൻ വേണ്ടിയിട്ടും ആ ഗലീല കടലിൽ ഒരു ചെറിയ പടക് അല്ലെങ്കിൽ ഒരു വള്ളത്തിനകത്ത് കയറി നിർത്താനോട് ശിഷ്യന്മാരോട് പറഞ്ഞു. അവിടെ വെച്ച് അനേകം പേരെ സൗഖ്യമാക്കി. എന്നിട്ട് അവരുടെ അസുഖങ്ങളൊക്കെ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും അവരെ നിയമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശീമോന് പത്രോസ് എന്ന് പേരിട്ടു. സെബദിയുടെ മകനായ യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ, ഇവർക്ക് ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവർനേഗസ് എന്ന് പേരിട്ടു. അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്. ഇപ്പോൾ 2 യാക്കോബ് ഉണ്ട്, അതുകൊണ്ടാണ് അൽഫായുടെ മകനായ യാക്കോബ്, സെബദിയുടെ മകനായ യാക്കോബ്. തദ്ദായി, കനാന്യനായ ശീമോൻ, തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദായും 2 പേരുണ്ട്. വേറൊരാൾക്ക് വേറൊരു പേര് യൂദ എന്നുണ്ട്. പലർക്കും 2 പേരുകളുണ്ട്. അതുകൊണ്ട് വേറെ ഭാഗത്തൊക്കെ നമ്മൾ വായിക്കുമ്പം ഇതൊക്കെ ഡൗട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ശ്രദ്ധ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായ ആളുകൾ യേശുക്രിസ്തുവിനെ കാണാൻ വേണ്ടി സ്വന്തം വീട്ടിൽ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ശാസ്ത്രിമാരും ഒക്കെ പറയുന്നത് അവൻ ബേത്സബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ബേത്സബൂൽ എന്ന് പറയുന്നത് ഈച്ചകളുടെ രാജാവാണ്. ഈച്ചകളുടെ രാജാവായ ഈച്ചകളുടെ ദേവൻ, ആ ദേവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്, അല്ലെങ്കിൽ അതാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്തു പറയുന്നത് ബേത്സബൂൽ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളുടെ തലവനാണ്, അല്ലെങ്കിൽ ഈച്ചകളുടെ രാജാവാണ്. അപ്പോൾ അത് ഒരു പൈശാചികമായ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ കോൺസെപ്റ്റിൽ അവിടെ ക്രിസ്തു പറയുന്ന ഒരു രാജ്യം തന്നെ ചിത്രിച്ചുവെങ്കിൽ, അപ്പോൾ ഈ കുഴപ്പക്കാരുടെ രാജാവ് ആണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ആ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിനെ പുറത്തുനിന്ന് ഒരുവൻ ചെയ്യാൻ വരുമ്പം അതിനെ തടഞ്ഞു നിർത്തുകയും സംരക്ഷിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ആ ഭൂതങ്ങളുടെ തലവൻ തന്നെ അവർക്കെതിരെ നിന്നാൽ അവരുടെ രാജ്യം ഇല്ലാതായി പോകുമല്ലോ. അപ്പം നിങ്ങൾ പറയുന്നതിന് അടിസ്ഥാനമില്ലല്ലോ എന്നാണ് അവരോട് പറയുന്നത്. യേശുക്രിസ്തുവോട് പറയുന്നുണ്ട്, മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദൂഷിച്ച് പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. ഈവൻ യേശുക്രിസ്തുവിനെ ചീത്ത വിളിച്ചാൽ പോലും അതും ക്ഷമിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യജീവൻ ശിക്ഷയ്ക്ക് യോഗ്യനാകും. പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുക എന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്താൽ എഴുതപ്പെട്ട, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തിന് വിരോധമായി പറയുന്നവർ, അല്ലെങ്കിൽ ബൈബിളിൽ ദൈവം വിശ്വസിക്കണമെന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ഇല്ല ഞാൻ ഇതേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ, ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇന്ന് ഈ പറയുന്ന ബൈബിളിൽ പറയുന്ന ആരും നമ്മുടെ മുമ്പിലില്ല.
നമ്മുടെ മുമ്പിൽ അവരാൽ എഴുതപ്പെട്ട ബൈബിളേ ഉള്ളൂ. ആ ബൈബിള് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ നന്മയിലോ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിലോ ഒരു ഓഹരിയും നമുക്കുണ്ടാകുകയില്ല. അത് അവിടെ പറയുന്നുണ്ട്, നിത്യജീവന് നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് പറഞ്ഞാൽ നിത്യമായി ലഭിക്കേണ്ട നിത്യജീവൻ ലഭിക്കാതെ അതിന് പകരം നന്മയ്ക്ക് പകരം തിന്മയായിരിക്കും, നിത്യജീവന് പകരം നിത്യശിക്ഷയായിരിക്കും ലഭിക്കുക. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന സത്യത്തിനെതിരെ യേശുക്രിസ്തുവിനെ ചീത്ത വിളിക്കാം, കുഴപ്പമില്ല. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ, പിതാവിൽ നിന്നുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയുന്ന കാര്യങ്ങൾ ഇതിനെതിരെ പറയുമ്പോൾ അതാണ് ദോഷകരമായി മാറുന്നത്. ക്രിസ്തുവിനെ ചീത്ത പറയാം, പക്ഷേ ക്രിസ്തുവിൽ നിന്ന് വരുന്ന വചനത്തിൻ്റെ വചനത്തെ നമുക്കത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നത് ദൈവം തൻ്റെ ശക്തിയായ ദൈവത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെയും നിഷേധിക്കലാണ് എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് അമ്മയും സഹോദരന്മാരും മറിയയും മക്കളും ഒക്കെ വന്നു. അവരോട് പുറത്തു നിന്നു. അവരോട് പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പറയുന്ന അവിടെ ഒരു പ്രധാനമുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും അമ്മയെ സഹോദരന്മാരെ തള്ളിപ്പറയുകയല്ല, മറിച്ച് എൻ്റെ സഹോദരന്മാരും എൻ്റെ അമ്മയും ഒക്കെ ആരാണ്? ഈ ചുറ്റും ഇരിക്കുന്നവരെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്പോൾ ഇത് ഇന്ന് നമ്മളോടാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാഹോദര്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം നമുക്ക് പിതാവായിരിക്കുമ്പം ആ പിതാവിലൂടെ യേശുക്രിസ്തുവിൻ്റെ സാഹോദര്യം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരല്ല എങ്കിൽ. ക്രിസ്തു അസന്നിഗ്ധമായിട്ട് അവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഈ ഇരിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ തന്നെ എൻ്റെ സഹോദരന്മാരും സഹോദരിയും അമ്മയുമാകുന്നു. അപ്പോൾ അത് അവിടെ പറഞ്ഞു പോയൊരു കാര്യമാണെങ്കിലും ഇന്ന് നമ്മളടക്കമുള്ള ഈ വായിക്കുന്ന കേൾക്കുന്ന നമ്മളടക്കമുള്ള ഓരോ കാലഘട്ടത്തെയും ജനത്തോടാണ് അത് സംസാരിക്കുന്നത്. നമ്മളത് സ്വീകരിക്കുകയും ആ രീതിയിൽ ദൈവം എന്താണ് ഈ ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് മാത്രം ഏറ്റെടുത്ത് വിശ്വസിക്കുകയും അത് പ്രകാരം ജീവിക്കുകയും ചെയ്ത് ദൈവത്തിനും ക്രിസ്തുവിനും പ്രസാദകരമായി ജീവിച്ചുകൊണ്ട് ദൈവം വെച്ചിരിക്കുന്ന വലിയ ഒരു നന്മ നമ്മളാരും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു ചെവി ഒരു ഹൃദയത്തിൽ മറിഞ്ഞിട്ടില്ല അതെങ്ങനെയാണെന്നുള്ളത്. ഒരു നന്മയുണ്ട്, ആ നന്മയ്ക്ക് ഒരു പേരും കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതാരും കണ്ടിട്ടില്ല. അത് ലഭിക്കാനാണ് നമ്മൾ വായിച്ചതുപോലെ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആ നിത്യമായി കാണാനിരിക്കുന്ന, എന്നുമെന്നേക്കും കാണാനിരിക്കുന്ന, എന്നുമെന്നേക്കും അനുഭവിക്കാനിരിക്കുന്ന ആ നന്മയിലേക്ക് എത്തുവാൻ ദൈവം സമൃദ്ധമായി സഹായിക്കട്ടെ. ആമേൻ.